ഹായ് സ്റ്റുഡൻസ്, പ്ലസ് ടു ഫിസിക്സിലെ ആറ്റം എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസിനെ കുറിച്ചായിരുന്നു. ഹൈഡ്രജൻ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന് ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റിലൊക്കെ അതിന് പോസിബിളായിട്ടുള്ള എനർജി എന്താണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഒന്ന് പറയാം. അതിൽ ആദ്യമായിട്ട് എക്സ്പ്രഷൻ ഫോർ വേവ് ലെങ്ത് ആൻഡ് വേവ് നമ്പർ. ഓക്കെ, ഡിഫറെൻറ്റ് എനർജി ലെവലിലുള്ള ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് അതുപോലെ വേവ് നമ്പർ 1/λ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് പറയാം. ഓക്കെ, നോക്കൂ. അക്കോർഡിംഗ് ടു ബോസ് പോസ്റ്റുലേറ്റ്, ഇഫ് ആൻ ഇലക്ട്രോൺ മേക്സ് ട്രാൻസിഷൻ ഫ്രം ഹൈ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ, തേർഡ് പോസ്റ്റുലേറ്റിലാണ് പറഞ്ഞത് അല്ലേ, it will emit a photon whose energy will be equal to energy difference between the high energy level and lower energy level. Therefore, h nu if അല്ലേ, h nu is equal to nth എന്ന് കാണിക്കാൻ ENI, nth എനർജി ഇനീഷ്യൽ എനർജി ലെവലിൽ നിന്ന് ഫൈനൽ എനർജി ENF. എനിവേ EI മൈനസ് EF ഇസ് ഈക്വൽ ടു, നമ്മൾ എനർജി ലെവൽ ഇക്വേഷൻ ഇപ്പോൾ ഓൾറെഡി അറിയുന്നതാണ്. നമുക്ക് എന്തായിരുന്നു EN ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഇത് m⁴/8 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ n ഒന്ന് ഇനീഷ്യലാണ്, ഒന്ന് ഫൈനലാണ്. നോക്കൂ, അപ്പോൾ ഇങ്ങനെ വരും h nu ഇസ് ഈക്വൽ ടു മൈനസ് m⁴/8 n സ്ക്വയർ ni സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിൽ വീണ്ടും മൈനസ് അല്ലേ m⁴/8 nf സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ എന്ന് വരും. ഈ ഇക്വേഷൻസിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് മൈനസ് ഓഫ് മൈനസ്, സെക്കൻഡ് ടേമിലെ മൈനസ് ഓഫ് മൈനസ് അല്ലേ, അത് നമുക്ക് കോമൺ ആയിട്ട് ഒരു മൈനസ് ഫാക്ടർ, കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും h nu if is equal to m⁴/8 എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ 1/ni സ്ക്വയർ മൈനസ് 1/nf സ്ക്വയർ ആണെങ്കിൽ മൈനസ് വരുമായിരുന്നു, നമ്മൾ തിരിച്ചിട്ടു 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. അപ്പോൾ നമുക്ക് പുറത്തുള്ള മൈനസ് സൈൻ ഒഴിവാക്കാം. ദർഫോർ ന്യൂ ഇസ് ഈക്വൽ ടു എച്ചിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു m⁴/8 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബ് 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. ഓക്കെ, ബട്ട് c is equal to ന്യൂ ലാംഡ അല്ലേ, അപ്പോൾ ന്യൂ is equal to c/λ വേവ് ലെങ്ത്തിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റും. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, c/λ is equal to ന്യൂ എന്നുള്ളതിന് പകരം c/λ എന്ന് കൊടുത്തു. c/λ is equal to m⁴/8 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബ് 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. Then 1/λ is equal to m⁴/8 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബ് into c 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. Therefore 1/λ is equal to ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള മുഴുവൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, ദാറ്റ് ഇസ് r 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ, where r is known as Rydberg constant and r is equal to m⁴/8 epsilon 0 square h cube into c is known as Rydberg constant. Its value is 1.097 into 10 raised to 7 meter inverse. Okay, this 1/λ is known as wave number. Okay, it's known as wave number. 1/λ എന്നുള്ളതിന് വേവ് നമ്പർ എന്നാണ് പറയാം. ദാറ്റ് വേവ് നമ്പർ ഇസ് റെപ്രസെൻറ്റ് ആസ് ന്യൂ ബാർ. ഓക്കെ, ദസ് ന്യൂ ബാർ ഇസ് ഇക്വൽ r into 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ കിട്ടിയ 1/λ is equal to r into 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ സീരീസ് ഒന്ന് പറയാം. സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, വെരി ഇമ്പോർട്ടൻറ്റ്. Okay, the hydrogen spectrum consists of number of spectral series and each series consists of number of lines. കുറേ സീരീസ് ലൈൻസ് ഉണ്ട്, അതിൽ തന്നെ ഓരോന്നിനും കുറേ സബ് ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. A series is due to the transition to a particular energy state from higher energy states. Okay, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് വരിക, അതിൻ്റെ മുകളിൽ നിന്ന് ഏതൊന്നും വരാമല്ലോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് വരിക, അതിൻ്റെ മുകളിൽ നിന്ന് ഏതൊന്നും വരാമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഓരോ എനർജി സ്റ്റേറ്റിനും ഒരു ഗ്രൂപ്പ് ഓഫ് എനർജി ലൈൻസ് ഉണ്ടാവും. സ്പെഷ്യലായിട്ടുള്ള പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. നമ്പർ 1, ലൈമൻ സീരീസ്. ഓക്കെ, ദിസ് സീരീസ് ഈസ് ഇൻ ദ അൾട്രാവയലറ്റ് റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസിഷൻ ടു ദ ഫസ്റ്റ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുന്നതുകൊണ്ട് n = 1 വരുന്നതുകൊണ്ടാണ്, ഫൈനൽ 1 ആണ്. അപ്പോൾ ഇനീഷ്യലോ 2, 3, 4 എക്സെട്ര. ബാൽമർ സീരീസ്, ഇറ്റ് ലൈസ് ഇൻ വിസിബിൾ റീജിയൻ. ഇത് മാത്രമേ വിസിബിൾ ഉള്ളൂ. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ട്രാൻസിഷൻ ടു ദ സെക്കൻഡ് ഓർബിറ്റ്, n = 2. അപ്പോൾ ഫൈനൽ 2 ആണ്. ഇനീഷ്യലോ 3, 4, 5 എക്സെട്ര. Okay, Paschen series, this series in infrared region, it is due to the transition to the third orbit. So, NF is equal to 3, Ni is equal to 4, 5, 6, etc.
Then bracket series, it lies in infrared region and it is due to the transition to the 4th orbit. NF is equal to 4, NI is equal to 5, 6, 7, etc. Fund series. Look, it is also lies in infrared region and it is due to the transition to the 5th state. That means NF is equal to 5, NI is equal to 6, 7, 8, etc. ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വരച്ചു പഠിക്കേണ്ടതാണ്. നോക്കൂ, എനർജി ലെവൽ ഡയഗ്രാം. ഇതിനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോന്നായിട്ട് പറയാം. നോക്കൂ, ഈ ഫിഗർ നോക്കൂ, ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. n=1 കൊടുത്തിട്ടില്ലേ, -13.6 അല്ലേ? അടുത്ത് കൊടുത്ത് n=2 കൊടുത്തിട്ടില്ലേ, -3.4. n=3 കൊടുത്തിട്ടില്ലേ, -1.5. 1 ഇവർ തമ്മിൽ എനർജി ഡിഫറൻസ് സെയിം ആണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യത്തെ ലൈനിനേക്കാളും വളരെ കൂടുതൽ ഡിസ്റ്റൻസിലാണ് n=2 കൊടുത്തത്. പക്ഷേ n=2 n=3 കുറച്ചുകൂടി അടുത്താണ്. കാരണം ഇവർ തമ്മിൽ ഡിഫറൻസ് കുറഞ്ഞു വരാണ്. നോക്കൂ, -13.6ഉം -3.4ഉം തമ്മിൽ ഡിഫറൻസ് ഇല്ല. -3.4ഉം -1.51ഉം തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ? അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ലേക്ക് വരുന്നത് ഹയർ എനർജി ലെവലിൽ നിന്ന് വരുന്നത് ലൈമൺ സീരീസ്. കണ്ടില്ലേ? ഓരോ ട്രാൻസിഷൻ നമുക്കിങ്ങനെ കാണാം. കണ്ടില്ലേ? 1ലേക്ക് വരുന്നത്. പിന്നെ 2ലേക്ക് വരുന്നത് ബാൽമർ സീരീസ്. 3ലേക്ക് വരുന്നത് പാഷൻ സീരീസ്. 4ലേക്ക് വരുന്നത് ബ്രാക്കറ്റ് സീരീസ്. 5ലേക്ക് വരുന്നത് ഫണ്ട് സീരീസ്. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്നത്. ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഹൈഡ്രജൻ സ്പെക്ട്രം. ഇത് എമിഷൻ സ്പെക്ട്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വരച്ചു പഠിക്കണം. ഓക്കെ, ഇതിൽ ഓരോ ട്രാൻസിഷൻ ഉണ്ടാകുന്ന വേവ് ലെങ്ത് എത്രയാണെന്നും വേവ് ലെങ്ത് അറിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഇനി ഈ ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് നമുക്കൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ഓക്കെ, അതായത് ബോസ് സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നത്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ റെഗുലർ റിപ്പീറ്റേഷൻ ഓഫ് h/2π ആണ്. ആംഗുലാർ മൊമെൻറ്റം ഈസ് nh/2π എന്നുള്ളതാണ്. 1h/2π, 2h/2π, 3h, അതിനാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ആ ക്വാണ്ടൈസേഷൻ ഓഫ് ബോസ് അറ്റോമിക് മോഡലിൽ വന്ന സെക്കൻഡ് പോസ്റ്റുലേറ്റും ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസും കറക്റ്റ് ആണെന്ന് ഒന്നാണ് പറയുന്നത് എന്ന് ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇനി പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി നമുക്കറിയാം ദ wave nature of an electron can be assumed by an imaginary wave called as matter wave or de Broglie wave, and whose wavelength is lambda is equal to h/mv, where m is the mass and v is the velocity of electron. ശരി, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി ഇയാൾ പറഞ്ഞിരിക്കുന്നത് an electron in an orbit would have a stable motion, അല്ലേ? An electron orbiting around the nucleus would be stable only if it is having an integral multiple of electron wavelength, ഡി ബ്രോഗ്ലി wavelength എന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞിരിക്കുന്നത്. If r is the radius of the electron orbit and lambda the de Broglie wavelength of an electron, then the circumference of that orbit will be 2πr will be is equal to n lambda എന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞിരിക്കുന്നത്. ആ ഇലക്ട്രോൺ കറങ്ങുന്ന സർക്കംഫറൻസ് 2πr എന്തിന് ഈക്വൽ ആയിരിക്കും? n ലാംഡ. ലാംഡ മീൻസ് ഡി ബ്രോഗ്ലി വേവലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ദർഫോർ 2πr is equal to n ലാംഡ എന്നുള്ളതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി ബ്രോഗ്ലി വേവലെങ്ത്തിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, h/mv അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ n is equal to 1 2 3 4 ക്രോസ് mൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ mvr is equal to nh/2π എന്ന് വരും. ബിക്കോസ് mvr ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mvr is equal to nh/2π എന്ന് വരും അല്ലേ? വാട്ട് ഇസ് mvr? ആംഗുലർ മൊമെൻറ്റം അല്ലേ? ദർഫോർ L is equal to nh/2π. അപ്പോൾ ഡി ബ്രോഗ്ലി പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് അൻ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് h/2π എന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത h/mv എന്നുള്ള ലാംഡാസിക്കൽ h/mv എന്നുള്ള ഇക്വേഷനൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബോത്ത് സെക്കൻഡ് പോസ്റ്റുലേറ്റും ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസും മാച്ച് ചെയ്യുന്നു എന്ന് ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓൺ ബോസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഇനി അവസാനമായിട്ട് ബോസ് മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബോസ് അറ്റോമിക് മോഡൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബോസ് അറ്റോമിക് മോഡൽ ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആറ്റം ഓർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രൽ lines or spectral series of complex atoms having more than one electron. ഒന്നാമത്തെ പ്രശ്നം. Bose atomic does not explain the fine structure of spectral series of Balmer series. രണ്ടാമത്തെ limitation. And third one, Bose model does not explain the relative intensities of spectral lines. എല്ലാ spectral linesനും ഒരേ intensity അല്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. So these are the limitations of Bose atomic model. ഇത്രയാണ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.
ഓൾ ദ വെരി ബെസ്റ്റ്.